viewers, welcome to Asha's Times. ഇപ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നൊരു കാടക്കോഴിയുടെ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. 4 കാടക്കോഴിയാണ് എടുത്തേക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, ഒരു നാരങ്ങ, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ഒരു മുട്ട, ഒരു സവാള. ഇങ്ങനെ ഈസ്റ്റേൺ ചിക്കൻ ഫ്രൈ മസാലയാണ് ഇവിടെ എടുത്തേക്കുന്നത്. നമുക്ക് ഈ കാടക്കോഴി ഒന്ന് നന്നായിട്ട് വരഞ്ഞൊക്കെ എടുക്കണം. അതിനകത്ത് മുളകൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതെല്ലാം വരഞ്ഞ് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി മസാലക്കൂട്ട് തയ്യാറാക്കാം. ഞാൻ പച്ചമുളകും സവാളയും കറിവേപ്പിലയും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കണം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ഇതുപോലെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി പേസ്റ്റ്, അതുപോലെ ഉള്ളി, പച്ചമുളകും കറിവേപ്പിലയും കൂടെ അരച്ചതാണ്. നമുക്ക് നാരങ്ങ, ഞാനിവിടെ അരമുറി നാരങ്ങയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് അതിൻ്റെ ജ്യൂസും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ ചിക്കൻ ഫ്രൈയുടെ മസാല ഞാനൊരു 3 ടീസ്പൂണാണ് ഇടുന്നത്. കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ കാടക്കുട്ടന്മാരെ ഓരോരുത്തരെ അരിനകത്തോട്ട് വെച്ച് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്നതിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിക്കണം. ഉള്ളിലോട്ടൊക്കെ ഇതുപോലെ നന്നായിട്ട് തേച്ച് മിക്സ് ചെയ്ത് വയ്ക്കുക. നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് പിടിക്കത്തുള്ളൂ. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് എണ്ണ തിളച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണമാണ് വെക്കുന്നത്. ചെറിയ പാത്രമാണ്. നിങ്ങളത് കുറച്ച് വലിയ പാത്രമാണെന്നെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് 4 എണ്ണമൊക്കെ ഇടാം. ഞാനിവിടെ 2 എണ്ണമേ ഇടുന്നുള്ളൂ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് നല്ല ഡീപ്പ് ഫ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാടയിൽ അല്പം നാരങ്ങ നീര് ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻസുകളും ഞങ്ങളെ അറിയിക്കുക. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു ഓൾ.